എന്നോട് നീ എന്തുദ്ദേശത്തിൽ അങ്ങനെ സംസാരിച്ചത്, നീ ആരങ്ങനെ സംസാരിക്കാൻ, നിൻ്റെ ഭർത്താവാണോടി അത്, ഏവനെയും കൊണ്ടിട്ട് അടി ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അനാവശ്യ ഭാഷകളൊക്കെ വിളിച്ചു പറഞ്ഞു. വണ്ടിയുടെ താക്കോല് ബലാത്കാരമായിട്ട് വലിച്ചെടുക്കുകയും അത് ഞാൻ വണ്ടിയിൽ നിന്ന് എന്നെ പിടിച്ച് തള്ളിയിടാൻ പോകുന്നത് പോലെ തള്ളിയിടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ താക്കോല് തിരിച്ചു തരാനായിട്ട് കയറി പിടിച്ചപ്പോഴത്തേന് അയാളുടെ രണ്ട് കൈയും കൊണ്ട് എൻ്റെ നെഞ്ചത്ത് വലിച്ച് എൻ്റെ ഡ്രസ്സെല്ലാം വലിച്ച് കീറി. എന്നിട്ട് കൈ എടുക്കുന്നുണ്ടായിരുന്നില്ല, അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പിടിച്ച് തള്ളി പുള്ളി. ഉടനെ തന്നെ അയാൾ എൻ്റെ കരണത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. എൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവന്മാർ കൈവച്ചിട്ട് കയറി പിടിക്കുകയും എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയൊക്കെ ചെയ്തു. ഈ ചെറുക്കന്മാരും നീ എന്താ കഞ്ചാവാണ് വെടിയെന്ന് വരെ ചോദിച്ചിട്ട്, നീ എവിടെ നിന്നടി എവനെയും കൊണ്ടാടി വന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. എനിക്കൊപ്പമുള്ളത് നെടുമങ്ങാട് ഏണിക്കര സ്വദേശികളായിട്ടുള്ള സുധീഷും ശ്രുതിയുമാണ്. ഇന്നലെ നെടുമങ്ങാട് വന്ന് വീട്ടിലേക്ക് മടങ്ങവേ മുല്ലശ്ശേരിയിൽ വെച്ച് നാട്ടുകാർ ഇവരെ ആക്രമിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ശ്രുതി, ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്? 9:15 കഴിയുമായിരിക്കും. ഞാനും ഹസ്ബൻഡും കൂടി വീട്ടിലോട്ട് പോകുമായിരുന്നു. കുഞ്ഞമ്മയുടെ വീട്ടിൽ നെടുമങ്ങാട് വന്നിട്ട് തിരിച്ച് ഏണിക്കരോട്ട് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ പെട്രോൾ തീർന്നിട്ട് വഴിയിലൊന്ന് വണ്ടി സ്റ്റോപ്പായി. അപ്പോൾ ആ പെട്രോൾ തീർന്നതിനെക്കുറിച്ചും ശ്രദ്ധിക്കാത്തതിനെക്കുറിച്ചും ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ഞാനും തിരിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നൊരു ഇച്ചിരി പ്രായം ചെന്ന ഒരാൾ, നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നു, അയാൾ വന്നിട്ട് എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. അത് എൻ്റെ വീടിൻ്റെ നടയിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ റോഡിൽ നിന്നിട്ടല്ലേ സംസാരിക്കണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ മാറിത്തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പിറകിലിട്ട് മാറി വണ്ടി ഒതുക്കി വെച്ചിട്ട് പുള്ളി പെട്രോൾ വാങ്ങാൻ പോകുമെന്നാണ്. ആ സമയത്ത് ഇവർ ഈ പുള്ളിക്കാരൻ്റെ 2 മരുമകനാണെന്ന് പറയുന്ന 2 വ്യക്തികളെയും കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് എന്നോട് നീ എന്തുദ്ദേശത്തിൽ അങ്ങനെ സംസാരിച്ചത്, നീ ആരങ്ങനെ സംസാരിക്കാൻ, നിൻ്റെ ഭർത്താവാണോടി അത്, ഏവനെയും കൊണ്ടിട്ട് അടി ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അനാവശ്യ ഭാഷകളൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ താക്കോല് ബലാത്കാരമായിട്ട് വലിച്ചെടുക്കുകയും അത് ഞാൻ വണ്ടിയിൽ നിന്ന് എന്നെ പിടിച്ച് തള്ളിയിടാൻ പോകുന്നത് പോലെ തള്ളിയിടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ താക്കോല് തിരിച്ചു തരാനായിട്ട് കയറി പിടിച്ചപ്പോഴത്തേന് അയാളുടെ 2 കൈയും കൊണ്ട് എൻ്റെ നെഞ്ചത്ത് വലിച്ച് എൻ്റെ ഡ്രസ്സെല്ലാം വലിച്ച് കീറി. എന്നിട്ട് കൈ എടുക്കുന്നുണ്ടായിരുന്നില്ല, അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പിടിച്ച് തള്ളി പുള്ളി. ഉടനെ തന്നെ അയാൾ എൻ്റെ കരണത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. സമയത്താണ് ചുണ്ട് പൊട്ടിയത്? അല്ല, ആ സമയത്തല്ല ചുണ്ട് പൊട്ടിയത്. അപ്പോൾ അടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ നിൽക്കുന്ന 2 ചെക്കന്മാരും നിൻ്റെ ദേഹത്ത് തൊട്ടാൽ നീ ഇത് വെച്ചിട്ട് എൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവന്മാർ കൈവച്ചിട്ട് കയറി പിടിക്കുകയും എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയൊക്കെ ചെയ്തു. ഈ ചെറുക്കന്മാരും നീ എന്താ കഞ്ചാവാണ് വെടിയെന്ന് വരെ ചോദിച്ചിട്ട്, നീ എവിടെ നിന്നടി എവനെയും കൊണ്ടാടി വന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെല്ലാം തട്ടി മാറ്റാൻ നോക്കിയത്, ഞാൻ അവിടെ നിന്ന് അലറി വിളിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഓടി വരികയുണ്ടായി. ഇവരെല്ലാവരും ഇവരുടെ റിലേറ്റീവ്സ് ആയിരുന്നു എന്ന്. ആ കൂട്ടത്തിലുള്ളൊരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഓടി വന്നിട്ട് എന്നെ ഈ സൈഡിൽ ഇങ്ങനെ അടിച്ചത് പോരാഞ്ഞിട്ട് ഞാൻ വീഴാൻ തുടങ്ങിയത് എന്നെ ഈ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചൊരു ഒറ്റ ഇടി. അങ്ങനെയാണ് ചുണ്ട് പൊട്ടി ചോര വന്നത്. അപ്പോൾ തന്നെ ഞാൻ തല ചുറ്റി അവിടെ വീണു. നീ അഭിനയിക്കുന്നോളടിയെന്ന് ചോദിച്ചിട്ട് ഇവർ 4 പേരും ചേർന്നിട്ട് എൻ്റെ വയറ്റിലും കാലിലും മൊത്തത്തിലായിട്ട് ചവിട്ടായിരുന്നു. രാത്രി തന്നെ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു? ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ വന്നു. തടിയിലൊക്കെ മുറിവുണ്ട്, ചുണ്ടിലൊരു 3 സ്റ്റിച്ചുണ്ട്, തല എടുത്ത് അനക്കാൻ വയ്യ, മൊത്തത്തിൽ തലചുറ്റലും വിറയിലുമാണ് എനിക്കിപ്പോൾ. സുധീഷ്, സ്വാഭാവികമായി പെട്രോൾ തീരുമ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്നൊരു തർക്കം, അതിനുശേഷം സുധീഷ് പെട്രോൾ വാങ്ങാൻ പോകുന്നുണ്ട്. പോയി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു? പോയി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ബ്ലഡിൽ കുളിച്ച് നിൽക്കുകയാണ്. എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ ചിന്തയൊക്കെയായിട്ട് പറയുമ്പോഴത്തേക്ക് ചേട്ടാ ഇവരെല്ലാം കൂടെ എന്നെ അടിച്ചെന്ന്. അപ്പോൾ വെച്ചാൽ ഏവനായിട്ട് നിന്നെ അടിച്ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരെല്ലാവരും ചേർന്ന് എന്നെ അങ്ങ് അടിക്കുകയാണ്. നീ ആരാടെ ഇവിടെയും കൊണ്ട് വന്ന ആരോടെ എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ ഹസ്ബൻഡാണ്. സദാചാര മനോഭാവത്തോടുകൂടിയാണ് ഈ നാട്ടുകാർ പെരുമാറിയത്? തീർച്ചയായിട്ടും അതാണ്, സദാചാരം തന്നെയാണ്. ഇതിനെതിരെ ഞങ്ങൾ ഇന്നലെ അപ്പോഴത്തന്നെ പോലീസിനെ അവരാരോണ് വിളിച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് വന്നത്. ഈ 1.5 മണിക്കൂർ ഞങ്ങളവിടെ കിടന്ന് മർദ്ദനം കേൾക്കുകയാണ് ഞങ്ങൾ 2 ആളും. കിടന്ന് ബഹളം ഉണ്ടാക്കി എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം ചെയ്തിട്ട് ഇവരാരും, എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലാണ്ട് താക്കോല് പിടിച്ചു അവർ വെച്ചേക്കുമായിരുന്നു. താക്കോല് ഞാൻ പലതവണ അവിടെ നിന്ന് പോവാനായിട്ട് ശ്രമിച്ചതും എന്നെ ഇങ്ങനെ ഈ പിള്ളേരെല്ലാം കൂടി വട്ടം കൂടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാണ്ട് അവിടെ നിന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വട്ടം കൂടി നിർത്തിയേക്കണവർ എന്നെ കയറ്റുന്നില്ല. നീ ആരാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡ്. നീ എവിടെ നിന്നാണ് വന്നത്? എവിടെ? ഞാൻ പറഞ്ഞു വണ്ടിയുടെ പെട്രോൾ തീർന്ന് അങ്ങനെ പോയിട്ട് വരികയാണ്. വന്ന് അത് കാണിച്ചിട്ടുണ്ട്. ഇവരിതൊന്നും കേൾക്കുന്നില്ല. എന്നെ കുറേ മർദ്ദിച്ചു, എൻ്റെ ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ട്.
ഞാനിവിടെ അഡ്മിറ്റഡാണ് രണ്ടുപേരും. കംപ്ലയിൻറ്റ് നൽകിയിട്ട് ഇപ്പോൾ 24 മണിക്കൂർ ആയി വരുന്നു. നെടുമങ്ങാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കംപ്ലയിൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടോ? സാർ, ഇന്നലെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തു. ഒരു 12:30 കൊടുത്തപ്പോൾ ഒരു വനിതാ ലേഡിയാണ് എടുത്തിട്ട് അവർ കൗണ്ടർ ഫയൽ തന്നു. അല്ല, ഇതിന് ശേഷം ഒരു ആക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്ത് പറഞ്ഞ് CA ഇല്ല, CA വരും, CA ഇല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ 4 പ്രാവശ്യം അവിടെ പോയി. ലാസ്റ്റ് 2 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ബോധം കിട്ട് വീഴുന്നു. അവിടെ എൻ്റെ വിഷ്വൽസ് എല്ലാം എൻ്റെ ഉണ്ട്. വൊമിറ്റ് ചെയ്ത് ബോധം കിട്ടുന്നതാണ് ഞാൻ വീണ്ടും കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അവർ ലാസ്റ്റ് പറയുന്നത് ഒരു 5 മണി 4 മണി നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ അവരെ കൂടെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുന്നു. ഒരു ലേഡിക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇവർക്ക് FIR എടുക്കുക, ഇതിലപ്പുറം എന്താണ് വേണ്ടത് ഇവർക്ക്? ഒരു ദുരനുഭവമാണ് ഇന്നലെ ഉണ്ടായത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു പറയുമ്പോഴത്തേക്ക് നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത്. ഇവരെ മുൻപരിചയം എപ്പോഴെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഒരു മുൻപരിചയവും ഇല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ കാണിച്ചതല്ല, ഇതൊരു സദാചാരം തന്നെയാണ്. ഇതെല്ലാം അവരുടെ ബന്ധുക്കളാണതെല്ലാം. ഞാൻ ചെല്ലുമ്പോൾ പറയുമ്പോഴത്തേക്ക് നീ ഏവളെയും കൊണ്ട് വരുന്നടാ, നീ ആരടാ, നീ ഏവളെയും കൊണ്ട് ഇത് ഏവളെ, ഇവരെന്തൊക്കെയാണ് അനാവശ്യം പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല. പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കണം. ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ പോകത്തില്ല. ഞങ്ങൾക്ക് ജീവൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അവരെല്ലാം കൂടി ചേർന്ന് എന്നെ പിടിച്ച് ഏറിൽ നിർത്തിയേക്കാണ്. എനിക്ക് ഫോൺ എടുത്ത് ഞാൻ എൻ്റെ വൈഫാണെന്നുള്ള ഫോട്ടോസ് കാണിച്ചിട്ട് ഞങ്ങളെ മാരേജ് ഇത് ഒന്നിനും അവർ സമ്മതിക്കുന്നില്ല. അവരെന്തോ ഒരു ഭയങ്കര തെറ്റ് ഞങ്ങൾ ചെയ്താണ്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളത് പറ. ഞങ്ങൾ ഒത്തിരി മർദ്ദിച്ചു. ഇതിൽ പോലീസ് കാണിച്ച അനാസ്ഥ പറയുമ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഭയങ്കര വിഷമമുണ്ട് ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിൽ. വളരെ ഒരു ദുരനുഭവമാണ് ഇപ്പോൾ സുധീഷും ശ്രുതിയും പങ്കുവച്ചത്. കാരണം 2026 ഓർക്കണം, ഇത് കേരളമാണെന്ന് ഓർക്കണം. പക്ഷേ ഇത് സദാചാര മനോഭാവത്തോടുകൂടി ഈ നെടുമങ്ങാടുള്ള ചില ആൾക്കാർ ഒരു രാത്രിയിലാണ് ഇങ്ങനെ ഒരു അനുഭവം ഈ ദമ്പതികൾക്കുണ്ടായത്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. പക്ഷേ അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ നിയമം എടുക്കേണ്ടുന്ന, കൃത്യമായിട്ട് ഇടപെടേണ്ടുന്ന നെടുമങ്ങാട് പോലീസ് ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കുടുംബം പങ്കുവെക്കുന്നത്. ഇപ്പോൾ അവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 2 പേരും അഡ്മിറ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വീഡിയോ ജേർണലിസ്റ്റ് മിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.